ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കോക്കനട്ട് ഷെല്ലാണ് എടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ഞാൻ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് മിനുസപ്പെടുത്തി ഒന്ന് എടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മോൾഡിഡ് ക്ലേ ആണ്. അപ്പോൾ മോൾഡിഡ് ക്ലേ ആണെങ്കിൽ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് വട്ടത്തിൽ ഒന്ന് കൊടുത്തിട്ട് ആ 2 ചിരട്ടകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ചിരട്ടയിൽ ഒരു പെൺകുട്ടിയെ തീർത്തെടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലേ എടുത്തിട്ട് ഇതുപോലെ 3 വള്ളികളായിട്ടൊന്ന് പിന്നിയെടുക്കുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടിയുടെ ആ ഒരു മുടിക്ക് വേണ്ടിയിട്ടാണ് 2 സൈഡിലും പിന്നിയിട്ടിരിക്കുന്ന മുടിയുടെ ഒരു ഇതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഹാൻഡാണ്. ആ ഒരു ഹാൻഡിൻ്റെ ഒരു പാർട്ട് മാത്രം അത് ശരിയായിട്ടില്ല. അതുമാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിവേ അത് കാണുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല. ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, വൃത്തികേടില്ല. അതുകൊണ്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം പിന്നെ വെച്ചിരുന്ന ആ ഒരു മുടിയാണെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മുടിയുടെ അറ്റത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലും മുടി അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണെങ്കിൽ മോൾഡിഡ് ക്ലേയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് പെൺകുട്ടിക്ക് ഒരു മൂക്ക് വെക്കണം. അപ്പോൾ മൂക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കിയെടുത്ത മൂക്കാണെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് ചിരട്ടയിലോട്ടാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് കൈകൊണ്ടും അതുപോലെ തന്നെ ആ ഒരു പെൻ ഹോൾഡർ കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു മനുഷ്യൻ്റെയൊക്കെ ഒരു രൂപം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗിയൊക്കെ കാണുമായിരിക്കും. എന്നാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയാണെങ്കിൽ ലിപ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മോൾഡിഡ് ക്ലേ ചെറിയൊരു അളവിലെടുത്തിട്ട് കയ്യിലിട്ടൊന്ന് ഉരുട്ടി ഒന്ന് പരത്തി എടുത്തിട്ട് ഒന്ന് നടുവിലൊന്ന് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലിപ്സിൻ്റെ ആ ഒരു അപ്പർ ലിപ്സിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെൺകുട്ടീനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ണടച്ചിരിക്കുന്ന ആ ഒരു രൂപത്തിലാണ്. അതാണ് തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഐസ് ഓപ്പൺ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. നമുക്ക് കുറേ കൂടെ ഡീറ്റെയിലിംഗ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പം ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ഐഡിയ തന്നെയാണിത്. 2 സൈഡിലായിട്ട് ക്ലേ കൊണ്ട് കൺപോള വെച്ച് കൊടുത്തു. എന്നിട്ട് കൺപോളയുടെ അടിയിലായിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കൺപീലിയുടെ ഒരു ഇത് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കൂടുതലുള്ളതൊന്ന് ആ ഒരു കത്തി കൊണ്ട് തന്നെ ആണെങ്കിൽ മുറിച്ച് മാറ്റുന്നുണ്ട്. ഇനി മുടിയുടെ 2 സൈഡ് നമ്മൾ പിന്നിയിട്ടേക്കുവാണല്ലോ. അപ്പം ആ മുടിയുടെ 2 അറ്റത്തുമായിട്ട് വെക്കാനായിട്ട് ഒരു 2 ബോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ക്ലേ കൊണ്ട് തന്നെയാണ് ഈ ബോസും ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലേ എന്നാണെങ്കിൽ നന്നായിട്ടൊന്ന് കയ്യിലിട്ടൊന്ന് പിരിച്ചെടുത്തിട്ട് അത് വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബോയാണിത്. എന്നിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ബോസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലേ കൊണ്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാനാണെങ്കിൽ ഒരു രാത്രി ഫുൾ ഉണങ്ങാനായിട്ട് വെച്ചു. അത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചെയ്ത് തീർന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയിരുന്നു. അതുകൊണ്ടാണ്. ഇനിയാണെങ്കിൽ കുറച്ച് അക്രിലിക് പെയിൻ്റ് എടുത്തു. വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു കളർ കിട്ടാനായിട്ടാണ്. എന്നിട്ട് ഫേസിലൊക്കെ ആണെങ്കിൽ ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫേസിലും കയ്യിലും സ്കിൻ കളർ വെച്ച് കളർ ചെയ്തെടുത്തു. നെക്കിൻ്റെ ഭാഗത്തായിട്ട് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലായിട്ട് ഡ്രസ്സ് വരുന്ന ആ ഒരു ഉടുപ്പിൻ്റെയൊക്കെ ഒരു ഭാഗത്തായിട്ട് റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. കൺപോളയുടെ മുകളിലായിട്ടും പിങ്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുടിക്കാണെങ്കിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ചിരട്ടയുടെ ഉൾഭാഗത്ത് കുറച്ച് ഭാഗത്തായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിലും പെയിൻ്റ് അടിച്ച് കൊടുത്തു. കൺപീലിക്കാണെങ്കിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോക്സിന് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്.
ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈവ് പ്ലാന്റ് തന്നെ വെച്ച് കൊടുക്കാനായിട്ട്. അതിനായിട്ട് മണ്ണ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് കൂട്ടിന്ന് യോജിപ്പിച്ചെടുത്തൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മുടെ ചിരട്ടയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് വീട്ടിലുണ്ടായിരുന്നതാണ്. ഇത് നന്നായിട്ട് വേര് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ വരും. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ തലയുടെ മുകളിൽ വേരൊക്കെ പിടിച്ച് നന്നായിട്ട് പടർന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇതിനൊരു വീഡിയോ ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പറ്റുന്നവരെല്ലാം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മോൾഡഡ് ക്ലേക്കൊക്കെ 30 രൂപയ്ക്കൊക്കെ മോൾഡഡ് ക്ലേ കിട്ടും. പിന്നെ നമുക്ക് വേസ്റ്റായിരിക്കുന്ന ചിരട്ടയും മതി. അപ്പോൾ ആർക്കും ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഐഡിയ ആണിത്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതൊരിക്കലും ടാറ്റ ബൈ.